1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ ലോകചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബുകൾ വർഷിച്ച ദിനം. ലോകത്ത് ആദ്യമായി ആണവാക്രമണമുണ്ടായ സ്ഥലമാണ് ഹിരോഷിമ. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകൾ 2,26,000 മനുഷ്യരുടെ ജീവനാണ് കവർന്നത്. ബോംബ് വീണ സമയമുണ്ടായ നഷ്ടങ്ങളെക്കാൾ ഭീകരമായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. 3.5 ലക്ഷത്തോളം പേർ വസിക്കുന്ന നാഗസാക്കിയിൽ ആ വർഷം അവസാനമായപ്പോൾ മരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷത്തിനടുത്തായി. അണുവികിരണം മൂലം പിന്നെയും ദശാബ്ദങ്ങളായി ഇതിന്റെ പ്രതിഫലനം അവിടെ കണ്ടുകൊണ്ടിരുന്നു. അമേരിക്ക തൊടുത്തുവിട്ട ബോംബ് വീണത് അന്നുണ്ടായിരുന്ന ജനതയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയിൽ കൂടിയായിരുന്നു. ബോംബാക്രമണം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആയിരക്കണക്കിന് ആളുകൾ വികലാംഗരായും മാരക രോഗങ്ങൾ വഹിച്ചും നാഗസാക്കിയിൽ കഴിയുന്നു. ഈ ദുരന്തം വിതച്ച 2 ബോംബുകളാണ് ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ. എന്നാൽ ഈ 2 ബോംബുകളേക്കാൾ ഏറ്റവും ശക്തിയുള്ള ഒരു ബോംബ് ഇന്നും ഈ ഭൂമുഖത്തുണ്ട്. ഈ ബോംബ് അമേരിക്കയുടെയോ ഇന്ത്യയുടെയോ കൈവശമല്ല, മറിച്ച് റഷ്യയുടേതാണ്. സാർ ബോംബ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ് സാർ ബോംബ? പരിശോധിക്കാം. 1967 സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചു പരീക്ഷിച്ച ലോകത്തെ ഏറ്റവും വിനാശകരമായ ബോംബാണിത്. ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയ് ബോംബിനേക്കാളും 3000 മടങ്ങ് ശക്തിയുള്ളതാണ് സാർ ബോംബ. ഒരു പ്രധാന നഗരത്തിൽ സാർ ബോംബ് വർഷിച്ചാൽ 35 കിലോമീറ്ററിനുള്ളിൽ എല്ലാം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതിന് 50 മെഗാടൺ ശേഷിയുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ച ബോംബുകൾക്ക് 15 മുതൽ 21 കിലോ ടൺ മാത്രമായിരുന്നു ശേഷി. പൊട്ടുന്ന സ്ഥലത്ത് നിന്ന് 1000 കിലോമീറ്റർ ദൂരം വരെ ദൃശ്യമാകും. ഏതാണ്ട് 67 കിലോമീറ്റർ ഉയരത്തിലെത്തും പൊട്ടിയ അവശിഷ്ടങ്ങൾ. വീതി ഏതാണ്ട് 95 കിലോമീറ്ററോളം വ്യാപിക്കും. 1961 സോവിയറ്റ് യൂണിയനിലെ നോവയ സെംലിയ ദ്വീപ് സമൂഹത്തിലാണ് ആദ്യമായി സാർ ബോംബ പൊട്ടിത്തെറിച്ചത്. ഏതാണ്ട് 780 കിലോമീറ്റർ ദൂരത്തുള്ള വീടിന്റെ ജനാലകൾ വരെ തകർന്നു വീണു. സാർ ബോംബിന് 27,000 കിലോഗ്രാം ഭാരവും 8 മീറ്റർ നീളവും ഏകദേശം 2 മീറ്റർ അല്ലെങ്കിൽ 6 അടിയിൽ കൂടുതൽ വ്യാസവും ഉണ്ടായിരുന്നു. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ചാണ് ബോംബ് വലിച്ചെറിഞ്ഞത്. വായുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. സാർ ബോംബ ആദ്യം പൊട്ടിയപ്പോൾ റേഡിയോ ആക്റ്റീവ് മലിനീകരണം കുറയ്ക്കാൻ യുറേനിയം 238 ഉപയോഗിച്ചിരുന്നില്ല. ഇതും ചേർത്തുള്ള സാർ ബോംബ പൊട്ടിയാൽ വർഷങ്ങൾ കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അംഗഭംഗം വരാം. ഇതിനുശേഷമാണ് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി നടപ്പിലാക്കിയത്. സാർ ബോംബ മാതൃകയിലുള്ള ആയുധം ആരും പൊട്ടിക്കില്ലെന്ന് ഉടമ്പടിയിലൂടെ ഉറപ്പാക്കി. തങ്ങളുടെ ആണവശേഷി മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ കാണിക്കാനാണ് സാർ ബോംബ സോവിയറ്റ് യൂണിയൻ നിർമ്മിക്കുന്നത്. റഷ്യ ഇതുവരെ പരീക്ഷിച്ചതിൽ വെച്ച ഏറ്റവും ശക്തമായ ബോംബ് സാർ ബോംബ് തന്നെയാണ്. സാർ ബോംബ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരവും ഡെഡ് ഹാൻഡ് പോലുള്ളവ ഉള്ളതും റഷ്യയ്ക്ക് തന്നെയാണെന്നാണ് വിവരം. 5500-ലധികം ആണവായുധങ്ങൾ നിലവിൽ റഷ്യയുടെ കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ 5000-ലധികവും. റഷ്യ മറ്റ് രാജ്യങ്ങളെ വിറപ്പിക്കുന്നത് ഡെഡ് ഹാൻഡ് എന്ന നൂതന വിദ്യ വെച്ചാണ്. മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശം പോലുമില്ലാതെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ വഴിയൊരുക്കുന്ന ഒരു സംവിധാനമാണിത്. സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്താണ് ഈ സംവിധാനം വികസിപ്പിക്കപ്പെട്ടത്. നിലവിൽ റഷ്യ, ചൈന, ഫ്രാൻസ്, അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളിലാണ് ആണവായുധ ശേഖരമുള്ളത്. ഈ രാജ്യങ്ങൾ അവരുടെ സുരക്ഷയ്ക്കാണ് ഇവ സൂക്ഷിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരങ്ങൾ ലോകത്തിന് തന്നെ ഇന്ന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു 3ാം ലോക മഹായുദ്ധമുണ്ടായാൽ അത് ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ളതും വലിയ വിനാശം വിതയ്ക്കുന്നതുമായിരിക്കും.